ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം വിഷുവിന് അന്ന് രാവിലത്തെയാണ് കേട്ടോ. ഞങ്ങൾ കണിയൊക്കെ കണ്ടിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കുറേ 2-3-4 മാസമായിട്ട് നമ്മൾ ആറന്മുള അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അമ്പലത്തിൽ പോകാൻ തോന്നുകയാണെങ്കിൽ ഇവിടെ മഹാദേവൻ്റെ അമ്പലത്തിലാണ് പോകാറ്. നിങ്ങൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും വിചാരിച്ച് ആറന്മുള അമ്പലത്തിൽ പോകാമെന്ന്. പക്ഷേ ഭയങ്കര തിരക്കായിരിക്കുമെന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി ഒരു തീരുമാനം ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സാരി, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ സാരി ഉടുക്കുന്നത്. അപ്പോൾ രാവിലെ സാരിയൊക്കെ ഉടുത്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പം പിന്നെ വണ്ടിയിൽ നാട് കയറിയിട്ട് പിള്ളേർ അവിടെ ഇരുന്ന് കളിക്കുന്നു, പാട്ട് പാടുകയാണ് കേട്ടോ. പാട്ട് പാടുന്നതിൻ്റെ ഒരു ഇതാണത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു സമയം ആയിട്ടുണ്ടാവും. രാവിലെ ഞങ്ങൾ ഫുഡൊന്നും ഇല്ല കേട്ടോ. പിന്നെ കാശ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ വെറുതെ അവനെ ഇന്ന് ആക്കാൻ വേണ്ടിയിട്ട് ആക്കുകയാണ് കേട്ടോ. പക്ഷേ മോൾ അവിടെ ഇരുന്നിട്ട് ഞാൻ കാണിക്കുന്ന പോലെ കോനാമ്പിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അവനാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അവൻ വേറെ എന്തോ മൈൻഡിലാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഏകദേശം ആറന്മുളയൊക്കെ എത്തിയപ്പോഴേ ഏകദേശം മനസ്സിലായി അമ്പലത്തിലെ അവസ്ഥ. കാരണം കണ്ടില്ലേ, ഫുള്ള് അമ്പലത്തിൽ നിന്ന് വരുന്നതും പോകുന്നതായിട്ടുള്ള വണ്ടികളാണ്. സൈഡിലും ഒക്കെ കിടക്കുന്ന എല്ലാ വണ്ടിയിൽ അമ്പലത്തിൽ പോകുന്നവർ പാർക്ക് ചെയ്തിട്ട് പോകുന്ന വണ്ടികളാണ് കേട്ടോ. അപ്പം പാർക്കിംഗ് വരെ നീണ്ടപ്പോഴേ മനസ്സിലായി ഭയങ്കര തിരക്കായിരിക്കും, അടുക്കാൻ പറ്റാത്ത തിരക്കായിരിക്കുന്നു. അപ്പം ഞങ്ങൾ ഈ പോക്ക് ഇങ്ങനെ കുറേ ഈ തിരക്കിനകത്തൂടെ ഇത്രയും നിന്ന് പോയി കഴിഞ്ഞിട്ട് അങ്ങ് എത്തിയപ്പോഴാണ് അറിയുന്നത് ബാരിക്കേഡ് വെച്ചിട്ട് പോലീസുകാർ തടഞ്ഞേക്കുവാണെന്ന് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ തെക്കേ നടയിൽ അവിടേക്കൂടെ പോകാൻ വേണ്ടി അതിലേ തിരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ സ്കൂട്ടറൊക്കെ അവിടെ ഇവിടെയൊക്കെ കുത്തി കയറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അങ്ങോട്ട് തടഞ്ഞേക്കുവാണെന്ന് കേട്ടോ. അപ്പോൾ ആ തടയുന്നതാണെന്ന് ശരിക്കും നല്ലത്. കാരണം ആളുകളൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നമാവും. അമ്പലത്തിന് അവിടെ ഭയങ്കര ആളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിലേ തിരിഞ്ഞിട്ട് അപ്പുറത്തൂടെ കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ടോ. വണ്ടി വെക്കാൻ സ്ഥലമില്ല. അപ്പം ഞങ്ങൾ എവിടെയോ കൊണ്ടുപോയിട്ട് വണ്ടി വെച്ചിട്ട് പിന്നെ നടന്നു പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ, ഒരുപാട് നടക്കാനൊന്നുമില്ല. ഈ ഒരു കുറച്ചങ്ങോട്ട് പോയിട്ട് പിന്നെ ഒരു വളവ്, അത്രേ ഉള്ളൂ കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആളുകളാണ് കേട്ടോ പോകുന്നത്. കണ്ടില്ലേ, ഭയങ്കര തിരക്കാണ്. ഞാൻ ഇത്രയും നാളായിട്ട് ഈ അമ്പലത്തിൽ വന്നിട്ട് ഈ ഫസ്റ്റാണ് കേട്ടോ ഇത്രയും തിരക്കോടുകൂടി അമ്പലത്തിൽ കയറിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ തിരക്കൊന്നും സാധാരണ ആറന്മുള അമ്പലത്തിൽ പറയുന്ന പോലെ അങ്ങനെ തിരക്കൊന്നും സാധാരണ കാണത്തില്ല. ഇങ്ങനെയുള്ള എന്തെങ്കിലും ആഘോഷങ്ങളിലായിരിക്കും ഭയങ്കര തിരക്ക് വരിക. പിന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ദിവസമാണല്ലോ, കൃഷ്ണൻ ദിവസമാണല്ലോ. അപ്പം പിന്നെ പറയണ്ട, കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളാണെങ്കിൽ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. ക്യൂ നിന്നിട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ അല്ലാതെ പുറത്ത് നിന്ന് തൊഴുത് അതുപോലെ താഴത്തെ അമ്പലങ്ങളിലൊക്കെ കയറി കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെ പോകുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് ഈ പിള്ളേരെ കൊണ്ട് നിൽക്കൽ നടക്കൂല. പിന്നെ ഞങ്ങൾ നേരെ ആദ്യമേ ഞങ്ങൾ മീൻകട കയറിയതാണ് കേട്ടോ. മീൻകട കയറിയപ്പോൾ അവിടെ ഭയങ്കര വില. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് വേറെ എവിടെയെല്ലാം അങ്ങോട്ട് പോകുന്ന വഴിക്ക് എവിടെ നോക്കാമെന്ന് വിചാരിച്ചു. ആ ചേട്ടൻ്റെ അടുത്ത് കയറി വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് 2 ഐസ് വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര ചൂടല്ലേ, അപ്പോൾ 3 ഐസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ ചേർത്തിട്ട്. അപ്പം ഞങ്ങളതൊക്കെ കഴിച്ചു. അത് മാത്രമല്ല കേട്ടോ, വീട്ടിൽ വന്നിട്ട് പഴങ്കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മുടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി ഗെയ്സ്. ഞങ്ങൾ രാവിലെ പഴങ്കഞ്ഞിയായിരുന്നു കുടിച്ചത്. പഴങ്കഞ്ഞി വിഷുവിനൊന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ എനിക്കറിഞ്ഞൂടെ കേട്ടോ. ഞങ്ങൾ എന്തായാലും ചെയ്തു. അതിൻ്റെ ഐസിൻ്റെ കളറാണ് കേട്ടോ എൻ്റെ നാക്കിലും. പിന്നെ നേരെ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചൂരയും മത്തിയാണ് കേട്ടോ വാങ്ങിച്ചത്. മത്തി കണ്ടപ്പോൾ വലിയ മത്തിയാന്ന് കണ്ടപ്പം വിചാരിച്ച് 1/2 കിലോ എങ്കിൽ നമുക്ക് വറക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ വന്നപ്പോഴാണ് 11:30 ആയിട്ടോ വന്നപ്പോഴാണ് ചോറൊക്കെ വെക്കുന്നത്. ഇനി അത് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് റൈസ് കുക്കറിനകത്തോട്ട് എടുത്ത് വെക്കണം, അത്രേ ഉള്ളൂ. മീനൊക്കെ അത്യാവശ്യം നല്ല മീനാണ്. ഇടയ്ക്കൊക്കെ ഈ മത്തി ഇടയ്ക്കൊക്കെ 2-3 പഴുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ അടുത്തുനിന്ന് പാതി വില ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഞങ്ങൾ വാങ്ങിക്കാൻ തിരക്കുന്നിടത്തുനിന്ന് പാതി വില ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാമത് വാങ്ങിച്ചെടുത്തുനിന്ന്. അപ്പം അതിനുള്ള വ്യത്യാസം വരുമായിരിക്കും. അപ്പം ഞാൻ സെക്ഷനായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് എല്ലാം കറി വെച്ച് വെക്കണം. എന്നാലും സെക്ഷനായിട്ട് മാറ്റി, പിറ്റേ ദിവസത്തേന് മാറ്റി, വറക്കാനുള്ളത് മാറ്റി, അന്നത്തെ കറിക്ക് വേണ്ടിയിട്ട് മാറ്റി. ഉള്ളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പം വെളുത്തുള്ളി എല്ലാം വേറെ നാളത്തെ കറിക്ക് വേണ്ടിയിട്ട് ചതയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റിയതാണ് കേട്ടോ, അത്രയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഞാൻ കറി വെക്കുന്നൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. കാരണം നമ്മുടെ മീൻ കറിയൊക്കെ ഞാൻ ഓൾറെഡി ഇഷ്ടം പോലെ തവണ കാണിച്ചിട്ടുണ്ട്, ഇനിയും കാണിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വിഷുവായിട്ട് അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല.
എന്തായാലും ഞങ്ങളങ്ങനെ വിഷുവായിട്ട് സദ്യ ഒരിക്കലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് നമ്മുടെ വീട്ടിലോട്ടൊന്നും അങ്ങനെ പണ്ട് പോലെ അങ്ങനെ വിഷുവിന് സദ്യ ഒരുക്കൽ, വിഷുക്കോടി എടുക്കൽ അങ്ങനെയൊന്നുമില്ല. ആകെയുള്ള കണി കാണൽ, പിന്നെ അമ്പലത്തിൽ പൊങ്കാലിടാൻ ചിലപ്പം പോകാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്പലത്തിൽ തൊഴാൻ പോകാറുണ്ടായിരുന്നു, ചിലപ്പോൾ അമ്പലത്തിലേ പോകത്തില്ലായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വയനാട് ചെന്നിട്ടാണ് വലിയ ആഘോഷത്തോടെ അവർ വിഷുക്കണിയല്ല അവിടെ വിഷു സദ്യ ഒരുക്കൽ, അതുപോലെ വിഷു കോടിയെടുക്കലൊക്കെ അവിടെ ചെന്നിട്ടാണ് കേട്ടോ ഞാൻ കൂടുതലും കാണുന്നത്. അപ്പം നമ്മുടെ കറി ഏകദേശം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വറക്കാനുള്ള മീൻ ഞാൻ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ പരട്ടി വെച്ചിട്ട് കുരുമുളക് ഞാൻ അപ്പം പൊടിച്ച് വെച്ചോളായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുരുമുളകൊക്കെ ഇട്ടിട്ട് മത്തി നല്ലപോലെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് അത് ഇവിടെ നല്ല മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ തിരുമ്മി വെക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് തിരുമ്മി അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ കറിയുടെ സെറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, കറി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോഴത്തേനും അച്ഛനും മക്കളും ഒക്കെ ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്തിന് അച്ഛനും മക്കളും ഇല്ല, അച്ഛനും കാശിയും ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാണെങ്കിൽ അവിടെ ഏട്ടൻ ഉറങ്ങുന്ന സമയത്ത് ഏട്ടൻ്റെ ഫോൺ അടിച്ച് മാറ്റിയിട്ട് അവിടെ നിന്ന് ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നോക്കിയപ്പം. അപ്പം മീൻ ചാറൊക്കെ തിളച്ച് വന്നപ്പോഴത്തേനും അതിനകത്ത് കഷ്ണം കൂടെ ഞാൻ പറക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കഷ്ണം പറക്കിയിട്ട് ആവശ്യത്തിന് പുളിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളിയും ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് വേവട്ടെ അവിടെ ഇരുന്നിട്ട്. പിന്നെ മര്യാദയ്ക്ക് ട്രൈപോഡൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ളതിന് ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് അഭ്യാസം കാണിക്കാണ് കേട്ടോ ഇത്. അപ്പം പിന്നെ നമ്മുടെ ഈ വട്ടക്കാലത്തിന് അടച്ചു വെക്കാനൊരു വലിയ അടപ്പില്ല, അതുകൊണ്ട് ഞാൻ ആ ഒരു ചരുവം വെച്ചിട്ടാണ് കേട്ടോ എപ്പോഴും അടയ്ക്കുക. ഞാൻ പറഞ്ഞില്ലേ, പിറ്റേ ദിവസം എടുക്കാനുള്ള മീനിൻ്റെ കാര്യം, ഇത് ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. പുളിവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ച് തിളപ്പിച്ച് മാറ്റി വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ. അങ്ങനെ മത്തി അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു വിചാരം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വേവിച്ച് വെച്ചില്ലെങ്കിൽ ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ വേവിച്ച് വെച്ചാലേ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അതാ മീൻ വറക്കാനും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ 3 കഷ്ണം ചൂരമീൻ ഇട്ടിട്ടുണ്ട്. കാരണം മീൻ കടയിലെ ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, മീൻ ചൂര വറുക്കുന്നത് നല്ലതാണെന്ന്. അപ്പം ചൂര 2 കഷ്ണം എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാനാണെങ്കിൽ ഒരു കുഞ്ഞ് 2-3 മാങ്ങ എടുത്ത് അച്ചാറും മോരുകറിയും ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മീൻ കറി. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിനി ഉച്ചയൂണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഉറക്കം ഉറങ്ങിപ്പോയി കഴിച്ചു. അതിനിടയ്ക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടോ, ഫുഡ് കഴിക്കുന്നതൊന്നും കാണിച്ചില്ല. അപ്പം നേരെ ഉണർന്ന് വന്നിട്ട് ഇനി ചായക്കുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും വെച്ച് മുട്ട പുഴുങ്ങിയതോട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിള്ളേർക്ക് വേറെ നമ്മൾ ബേക്കറി സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള മൈൻഡും ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ വൈകുന്നേരം ഉച്ചയ്ക്ക് ഇങ്ങനെ പോകട്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം.